നമ്മൾ കേൾക്കുന്ന ഒരു വചനമാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. തീർച്ചയായും എന്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള സാംസ്കാരിക പരിപാടികൾ, ട്രിവാൻഡ്രം ഫെസ്റ്റ് പോലുള്ള പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ നഗരത്തിൻ്റെ സൗഹൃദം ശക്തിപ്പെടുത്തുക അതിൻ്റെ ഭാഗമായിട്ടാണ്. എന്തിനാണ് ഈ പരിപാടികളെല്ലാം നടത്തുന്നത്? സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നേട്ടം കണ്ടുകൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും അർത്ഥത്തിൽ മുന്നേറാൻ സാധിക്കുമെന്ന ഉദ്ദേശം വെച്ചുകൊണ്ടോ അല്ല. മറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു, സമൂഹത്തെ നന്മയിലൂടെ വഴി നടത്തുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അത്തരത്തിലൊരു കൂട്ടായ്മയാണ് ആക്സ്. ആക്സിൻ്റെ നിരവധി പരിപാടികളിൽ ഈ 1-2 കൊല്ലങ്ങളായിട്ട് എനിക്ക് സജീവമായിട്ട് പങ്കെടുക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ആക്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ക്രൈസ്തവ സഭകളുടെ ഒരു കൂട്ടായ്മയാണ് എന്നതോടൊപ്പം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു പാലമാണ് യഥാർത്ഥത്തിൽ ആക്സ് എന്ന് പറയുന്നത്. ഏതായാലും ഈ ആക്സിൻ്റെ കൂടി CSIയുടെയും ആക്സിൻ്റെയും ശാന്തിഗിരിയുടെയും എല്ലാം സഹകരണത്തോടു കൂടി നടത്തുന്ന ഒരു പരിപാടിയാണ് അത്തരത്തിലുള്ള ഒരു ക്രിസ്മസ് പരിപാടി. ഒരു പക്ഷേ ഗവൺമെന്റിന്റെ ടൂറിസം വകുപ്പും എല്ലാം ചേർന്നുകൊണ്ട് ഈ പറയുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വേദികൾ ചേർന്നുകൊണ്ടുള്ള ഒരു ക്രിസ്മസ് പരിപാടി, അതല്ലെങ്കിൽ ട്രിവാൻഡ്രം ഫെസ്റ്റ്, ഒരുപക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ നഗരത്തിന് മാത്രമല്ല, ഇതുപോലെ ട്രിവാൻഡ്രം ഫെസ്റ്റ് പോലെ സമാനമായിട്ടൊരു ഫെസ്റ്റ് നമ്മുടെ തൊട്ടടുത്ത നഗരങ്ങളിലൊന്നും ഉണ്ടായതായിട്ട് എൻ്റെ അറിവിലില്ല, ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ സാധിക്കുക. തീർച്ചയായിട്ടും നമുക്കിടയിൽ ഈ ഒരു സ്നേഹം എവിടെ വരുമ്പോൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞാൻ മാത്രമല്ല, നേരത്തെ ഹസൻ സാറും പ്രസംഗത്തിൽ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ ആ വാക്ക്, നിന്നെപ്പോലെ ഇതിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അതേ വാക്ക് തന്നെയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്ന, അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല. അതേ വാക്ക് തന്നെയാണ് ശ്രീനാരായണ ഗുരുവും പറയുന്ന, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. തീർച്ചയായിട്ടും സാഹോദര്യത്തിന്റെ നാടായി ഇവിടെ പറഞ്ഞല്ലോ, ഈ ക്രൈസ്തവ ദേവാലയവും അതുപോലെ തന്നെ ഇതിന്റെ ഒരു ക്രൈസ്തവ ദേവാലയം മാത്രമല്ല, ധാരാളം ക്രൈസ്തവ ദേവാലയങ്ങൾ, അതോടൊപ്പം തന്നെ ജുമാ മസ്ജിദ്, അതും ഒരു ജുമാ മസ്ജിദ് മാത്രമല്ല, ഇവിടെ പാളയത്തൊരു ജുമാ മസ്ജിദേ ഉള്ളൂ എങ്കിലും ഒരുപാട് ജുമാ മസ്ജിദുകൾ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് നിലനിൽക്കുകയാണ്. ക്ഷേത്രങ്ങളും അമ്പലങ്ങൾ എല്ലാം തന്നെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു നഗരം എന്നുള്ളതാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. തലസ്ഥാന നഗരി ഈ സൗഹൃദത്തിന്റെ സന്ദേശം ഈ നഗരിയിൽ നിന്ന് ആവിഷ്കരിക്കുകയാണ്. ഈ നഗരി ഒരു മാതൃകയായിക്കൊണ്ട്, ഒരു മോഡലായിക്കൊണ്ട് ലോകത്തെ പഠിപ്പിക്കുകയാണ്. ലോകം മുഴുവൻ ഈ നഗരിയെ പോലെ സ്നേഹത്തിനും സൗഹൃദത്തിനും സമാധാനത്തിനും വേണ്ടി നിലനിൽക്കുന്ന നഗരങ്ങളായി മാറണം എന്ന വലിയ സന്ദേശം കൂടി പറയുന്നതാണ് തീർച്ചയായിട്ടും ട്രിവാൻഡ്രം ഫെസ്റ്റ്. ആ അർത്ഥത്തിൽ വലിയ സ്നേഹത്തിന്റെ പാലമായിട്ട് ലോക സമൂഹത്തിൽ തന്നെ നിലനിൽക്കുവാൻ ഈ ഫെസ്റ്റ് ഒരു വലിയ പ്രചോദനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.